എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഷെയറുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ കുറച്ച് ഷെയറിനകത്ത് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഷെയറുകളൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നാളത്തേനുള്ള വീഡിയോ മാത്രം, ഷെയറുകൾ മാത്രം നോക്കിയിട്ട് നിഫ്റ്റിയുടെ ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിഫ്റ്റി ഇന്നിവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, R1 വന്നിട്ടുണ്ട്. R1 വന്നിട്ട് ഇറങ്ങുമായിരുന്നു നിഫ്റ്റി ചെയ്ത് വൺ സൈഡ് ഇറങ്ങി. അതിനുശേഷം CPR ലെവലിന് താഴെ പോയി, പിന്നീട് CPR മുകളിലോട്ട് കയറി വന്നിട്ടില്ല. ഇവിടെ ഡേ ചാർട്ടിൽ നോക്കുവാണെങ്കിലും നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു ലെവൽ ഇതിന് താഴെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഈ ലെവൽ കട്ട് ചെയ്തിട്ട് തിരിച്ച് കയറിയാൽ വീണ്ടും മാർക്കറ്റ് ഒരു 24,000 പോകാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെ നിരങ്ങി നിൽക്കും, പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അടി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവല് ശ്രദ്ധിക്കുക, 23,100 എന്നുള്ള ലെവല്. ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ നല്ലൊരു സെല്ലിങ് വന്നാൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു റേഞ്ചിൽ 23,300 റേഞ്ചിലോട്ട് നമുക്കൊരു ബൈയിങ് ചാൻസ് എടുക്കാം. ഇവിടെ വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ. അതല്ല എങ്കിൽ തിരിച്ച് മുകളിലോട്ട് കയറുവാണെങ്കിൽ 24,200 ആകുമ്പോഴത്തേന് വീണ്ടും സെല്ലിങ് മാർക്കറ്റിൽ വരും. ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം 50-ന് താഴെ ഒരു പ്രാവശ്യം ട്രേഡായിട്ട് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലേ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ ചാർട്ടൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഒരു നിമിഷം, ഇതുണ്ടല്ലോ, ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ടിരുന്നത് ബ്രേക്കായി മുകളിൽ പോയി, ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് ആണ്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ ഈ ലെവല് 1, 2 ഇവിടെ 3 പ്രാവശ്യം വന്നു. 4-ാം പ്രാവശ്യവും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. 50-ന് താഴെ ഒരു പ്രാവശ്യം ട്രേഡായാൽ തിരിച്ച് മുകളിലോട്ട് പെട്ടെന്നൊരു നല്ല കയറ്റം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. അധികം വെച്ചുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ നാളത്തേന് 10 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ മൊബിക്വിക്ക് എന്ന് പറയുന്ന ഷെയർ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റായ ഷെയർ, ഇന്ന് അത് വന്നിട്ട് 698 ഹൈ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ആവറേജ് ശ്രദ്ധിക്കുക. ഈ ആവറേജ് നാളെ ഹൈ ഓപ്പണിംഗ് അല്ല, ഈ ഒരു റേഞ്ച് 630 റേഞ്ചിലൊക്കെ ഓപ്പൺ ആയിട്ട് ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ വീണ്ടും നല്ല രീതിയിൽ ഇറങ്ങും ഈ ഷെയർ. അതല്ല എങ്കിൽ ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ ഒത്തിരി ഡൗൺ, ഇപ്പോൾ 620 ആ റേഞ്ചിലോട്ടൊക്കെ 620 ഓപ്പൺ ആയെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഈ റേഞ്ച് വരുവാണെങ്കിൽ മാത്രം, ഈ റേഞ്ച് വന്ന ഒരു പ്രാവശ്യം സെല്ലിങ് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ന്യൂജൻ എന്ന് പറയുന്ന ഷെയർ ഹൈ എന്നോ R1 എന്നോ നമുക്ക് ചാൻസ് കിട്ടിയാൽ എടുക്കാൻ കുഴപ്പമില്ല. PNC ഇൻഫ്രയും R2 ലെവലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേങ്കിൽ അധികം ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ അധികം റിസ്ക് എടുക്കരുത്. R1 റേഞ്ച് എന്നാണെങ്കിലും അധികം റിസ്ക് എടുക്കരുത്. എടുത്താൽ പെട്ടെന്ന് നമ്മൾ കവർ ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവിടെ വീക്ക്നെസ് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഈ ആംബർ എന്ന് പറയുന്ന ഷെയർ ഡീമറിച്ച് ന്യൂസുള്ള ഷെയർ, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് കയറി പോകുന്നത്. പക്ഷെങ്കിൽ നാളെ ഈ ഷെയർ ഒരു പ്രാവശ്യം 7,800 പോയിട്ട് ഈ 7,977 താഴെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലൊരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതല്ല ഡൗൺ ഓപ്പണിംഗ് വന്നാൽ ചിലപ്പോൾ ഈ R1-ന് മുകളിലും കയറിപ്പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ക്വാണ്ടിറ്റി ഈ ഷെയറിനകത്ത് ട്രേഡ് എടുക്കരുത്. ഇതും IGIL എന്ന് പറയുന്ന ഷെയറും ഒരു പുതിയ ഷെയറാണ്. അപ്പോൾ നാളെ ഈ ഷെയർ R2 റേഞ്ച് എന്നൊരു ചാൻസ് തരുവാണെങ്കിൽ ഓക്കെയാണ്. 10% ഇതിൻ്റെ അപ്പർ സർക്യൂട്ട്, അതും ശ്രദ്ധിച്ചോണം. ഇപ്പോൾ 609-ന് മുകളിൽ പോയതിന് ശേഷം 615 പോയിട്ട് 609 താഴോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സെല്ലിങ് ചാൻസ് ഈ ഷെയറിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്.
ഗരുഡ എന്ന് പറയുന്ന ഷെയർ ഇത് പതുക്കെ അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയർ. എന്നാലും നമുക്ക് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. 30 33 താഴെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. IKS എന്ന് പറയുന്ന ഷെയറും ഇതും പുതിയ ലിസ്റ്റിംഗ് ഷെയർ ആണെന്ന് തോന്നുന്നു. IKS അതെ, പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത ഷെയറാണ്. പുതുതായിട്ട് ലിസ്റ്റ് ചെയ്താണ്. എൻ്റെ 5 മിനിറ്റ് ചാർട്ട് ഒന്ന് നോക്കിക്കോട്ടെ. 5 മിനിറ്റ് ചാർട്ടിൽ 5 മിനിറ്റ് ചാർട്ടിനകത്തും എനിക്ക് തോന്നുന്നു നാളെ മിക്കവാറും ഇറങ്ങാനാണ് ചാൻസ്. ഇതിനകത്ത് ലെവലുകൾ IKS 2000 ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് 2200 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ DBEIL എന്ന് പറയുന്ന ഷെയർ, അതും ഈ R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 റേഞ്ചിൽ നിന്നാണെങ്കിൽ ചാൻസ് എടുക്കുക. പിന്നെ അവിടുത്തെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹൈയുടെ മുകളിലിട്ട് ട്രേഡ് എടുക്കണം. അതുപോലെ ഇൻ്റലക്ട് ഡിസൈൻ എന്ന് പറഞ്ഞ ഈ ഷെയർ ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡൗൺ ഓപ്പണിങ് വരാൻ ചാൻസ് ഉണ്ട്. ഡൗൺ ഓപ്പണിങ് വരുവാണെങ്കിൽ ഇത് 1015 താഴെ പോയിട്ട് തിരിച്ച് കയറുന്ന വേണ്ട ഒരു പ്രാവശ്യം ബൈ ചെയ്യാം. പക്ഷേ എങ്കിൽ വെച്ചോണ്ടിരിക്കരുത്, അധികം പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്. പക്ഷേ എങ്കിൽ ഒരു പ്രാവശ്യം ഒരു ഇച്ചിരി 10-25 രൂപ ഒക്കെ മുകളിലോട്ട് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ആവറേജും ഏതാണ് 1022 ചിലപ്പോൾ ആ റേഞ്ചിലോട്ട് വന്നിട്ട് കയറിപ്പോം ഇൻ്റലക്ട് ഡിസൈന്. ഇപ്പം ആവറേജ് 1022, അപ്പം 1015 താഴോട്ട് പ്രാവശ്യം വന്നിട്ട് തിരിച്ച് കയറിപ്പോൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓപ്പണിങ് ഈ റേഞ്ചിനടുത്ത് വന്നിട്ട് താഴോട്ട് വന്നിട്ട് കയറുവാണെങ്കിൽ എടുക്കുക. ഓപ്പണിങ് ഹൈ വന്നിട്ട് തിരിച്ചിറങ്ങി ഈ ലെവലിലോട്ട് വരുമ്പോൾ എൻട്രി എടുക്കരുത്. സൗരാഷ്ട്ര സിമെൻ്റ് എന്ന് പറയുന്ന ഈ ഷെയർ 19 ലക്ഷത്തിൻ്റെ വോളിയുണ്ട്. അപ്പോൾ അപ്പർ സർക്യൂട്ടായിരുന്നു. അപ്പോൾ ഈ R1 ലെവലിൽ നിന്നോ R2 ലെവലിൽ നിന്നോ ഒക്കെ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളത്തേന് 10 ഷെയറേ ഉള്ളൂ. 10 ഷെയർ നമുക്ക് ചാൻസ് കിട്ടുന്ന ഷെയറിനകത്ത് എൻട്രി എടുക്കുക. റിസ്ക് ഇല്ലാത്ത രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ ഈ മൊബിക്വിക്ക് എന്ന് പറയുന്ന ഷെയർ ഈ ലെവലിൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസാണ്. അതുപോലെ ആംബർ എന്ന് പറയുന്ന ഷെയർ 8000-ന് മുകളിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈയുടെ താഴെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹെവി മൂവ്മെൻറ്റും ആണ്. നിമിഷനേരം കൊണ്ട് 100 രൂപ 200 രൂപ ഒക്കെ താഴെ പോകാൻ. പക്ഷേ എനിക്ക് ഇന്നത്തെ മൂവ്മെൻറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ടൈമിൽ തോന്നുന്നത് ഇത് ഒരു പ്രാവശ്യം ആ മുകളിൽ പോയിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.